യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട MV ഗോൾഡൻ ലിയോ എന്ന ചരക്കു കപ്പലിന് നേരെയുണ്ടായ കടുത്ത മിസൈൽ ആക്രമണത്തിൽ 4 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വൻ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. ആക്രമണത്തിൽ മറ്റൊരു മലയാളി ജീവനക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ധാന്യങ്ങളുമായി സഞ്ചരിക്കുകയായിരുന്ന ഈ വാണിജ്യ കപ്പൽ ജൂലൈ 19-നാണ് കടലിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. റഷ്യൻ സേനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് യുക്രൈൻ ആരോപിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങളിൽ ഈ ദുരന്തം വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടിയന്തര പ്രസ്താവന പുറപ്പെടുവിച്ചു. 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ ആകെ 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സമാധാനപരമായി അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണം അത്യന്തം നിർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് ന്യൂഡൽഹി പ്രതികരിച്ചു. കൊല്ലപ്പെട്ട നാവികരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. യുക്രൈൻ നാവികസേനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 3 KH-59 അല്ലെങ്കിൽ KH-69 എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് കപ്പലിന് നേരെ ആക്രമണം നടന്നത്. ഇതിൽ കുറഞ്ഞത് ഒരു മിസൈലെങ്കിലും കപ്പലിന്റെ പ്രധാന ഘടനയിൽ നേരിട്ട് പതിക്കുകയും തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടാവുകയുമായിരുന്നു. മിസൈൽ പതിച്ച ആഘാതത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലുമാണ് ജീവനക്കാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കപ്പലിന്റെ നിയന്ത്രണ കേന്ദ്രവും നാവികർ വിശ്രമിച്ചിരുന്ന ഭാഗവുമാണ് മിസൈൽ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നത്. തീയണയ്ക്കാനും ജീവനക്കാരെ രക്ഷപ്പെടുത്താനും യുക്രൈനിയൻ രക്ഷാസേന ഉടനടി രംഗത്തെത്തിയെങ്കിലും 4 ഇന്ത്യൻ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കാനായില്ല. കപ്പലിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തീരദേശ മേഖലകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുക്കാവുന്ന അത്യാധുനിക മിസൈലുകളാണ് KH-59, KH-69 എന്നിവ. കപ്പലുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ച് ഒരു വാണിജ്യ കപ്പലിനെ ലക്ഷ്യമിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. സാധാരണക്കാരായ നാവികർ സഞ്ചരിച്ച കപ്പലിന് നേരെ ഇത്രയും മാരകമായ ആയുധങ്ങൾ പ്രയോഗിച്ചത് വലിയ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും സാധാരണക്കാരായ ജീവനക്കാർക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതെന്നും യുദ്ധമേഖലകളിൽ ജോലി ചെയ്യുന്ന നിരപരാധികളായ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. എന്നാൽ നയതന്ത്രപരമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ ഇന്ത്യ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. അതേസമയം ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റഷ്യൻ മേൽ ചുമത്തി യുക്രൈൻ അധികൃതർ രംഗത്തെത്തി. ഒഡേസ തുറമുഖത്ത് നിന്നുള്ള ധാന്യ കയറ്റുമതി തടയാനും അന്താരാഷ്ട്ര തലത്തിൽ ഭീതി ഉണ്ടാക്കാനുമാണ് റഷ്യൻ സൈന്യം വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്ന് യുക്രൈൻ ആരോപിച്ചു. അന്താരാഷ്ട്ര സമൂഹം റഷ്യയുടെ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റിന്റെ ഓഫീസും ആവശ്യപ്പെട്ടു. എന്നാൽ MV ഗോൾഡൻ ലിയോ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മോസ്കോയിൽ ഇതുവരെ പ്രത്യേക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കപ്പൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളൊന്നും റഷ്യൻ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുമില്ല. എങ്കിലും യുക്രൈൻ സൈന്യത്തിന് ആയുധങ്ങളും സാമഗ്രികളും എത്തിക്കാൻ സഹായിക്കുന്ന തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ തങ്ങൾ വ്യാപകമായ ആക്രമണം നടത്തുന്നുണ്ടെന്ന് റഷ്യ നേരത്തെ ശരിവെച്ചു. ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി. ഒഡേസ പോലുള്ള തന്ത്രപ്രധാന തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര ധാന്യ വിപണിയെയും ബാധിക്കും. പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് ധാന്യങ്ങളുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ കരിങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം കടുത്ത ഭീഷണിയിലാണ്. നിരവധി അന്താരാഷ്ട്ര കപ്പലുകളാണ് ഇതിനോടകം മിസൈൽ ആക്രമണങ്ങളിലും കടൽ മൈനുകളിലും പെട്ട് തകർന്നത്. ഈ ഭീഷണികൾക്കിടയിലും ജീവൻ പണയം വെച്ചാണ് ഇന്ത്യൻ നാവികർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. കൊല്ലപ്പെട്ട 4 ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങൾക്ക് ഈ ദുരന്തമുണ്ടാക്കിയ ആഘാതം വിവരണാതീതമാണ്. വിദേശത്ത് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരായ ഈ ജീവനക്കാരുടെ വേർപാട് ഇന്ത്യയിലെ അവരുടെ ഗ്രാമങ്ങളെ കണ്ണീരിലാഴ്ത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം ജന്മനാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ ഇന്ത്യൻ നാവിക സംഘടനകളും സമുദ്ര വാണിജ്യ യൂണിയനുകളും രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധമേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്.
അപകട സാധ്യതയുള്ള സമുദ്രപാതകളിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇന്ത്യൻ ജീവനക്കാരെ പിൻവലിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയും ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സമുദ്ര അതിർത്തികളിൽ സഞ്ചരിക്കുന്ന കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും IMO വ്യക്തമാക്കി. ഈ ദുരന്തം റഷ്യ ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലും പരോക്ഷമായ ചലനങ്ങൾ ഉണ്ടാക്കാം. റഷ്യയുമായി ഊഷ്മളമായി ബന്ധം പുലർത്തുന്ന ഇന്ത്യ സ്വന്തം പൗരന്മാരുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളുടെ പാതയിലേക്ക് വരാൻ റഷ്യയോടും യുക്രൈനോടും ഇന്ത്യ വീണ്ടും ആവശ്യപ്പെടാൻ ഈ സംഭവം കാരണമാക്കും.